കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്നുള്ളതാണ് അല്ലേ. ഒരു വെക്ടർ സ്പേസ് 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ പ്രൊഡക്റ്റിന് വിളിക്കും. എന്താണ് വേണ്ടത്? നമ്മുടെ ബി ക്രോസ് ബിയിൽ നിന്ന് റിയൽ നമ്പേഴ്സിലോട്ടൊരു ഫംഗ്ഷൻ വേണം. ആ ഫംഗ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈക്വൾ ടു ഇന്നർ പ്രൊഡക്റ്റ് വി യു ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റ് യു പ്ലസ് വി കോമ ഡബ്ല്യു എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് യു ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ബി ഡബ്ല്യു ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റ് കെ യു കോമ വി ഈക്വൾ ടു കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു വി ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റ് വി വി ഗ്രേറ്റർ ഈക്വൾ ടു 0 ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് വി വി ഈക്വൾ ടു 0 ഇംപ്ലൈസ് ബി ഈക്വൾ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിന് വിളിക്കും അതിനെ. അതിനകത്ത് നമ്മൾ നോം ഡിഫൈൻ ചെയ്തിരിക്കണം എങ്ങനെയാണ്? ഇന്നർ പ്രൊഡക്റ്റ് വി വി ഈക്വൾ നോം വി ഈക്വൾ ടു നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്നാണ്. ആൻഡ് ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി ഈക്വൾ ടു നോം ഓഫ് യു മൈനസ് ബി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് യു മൈനസ് ബി കോമ യു മൈനസ് ബിയുടെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ 1/2 എടുക്കുക. അതെ. ആൻഡ് യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ നോം ഈക്വൾ ടു 1, നോം യു ഈക്വൾ ടു 1 ആയിട്ട് വരുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കുക? യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുക. ഓക്കെ. ഇനി അതിനകത്തുള്ള തിയറംസ് നോക്കാം. ഇഫ് യു ആൻഡ് വി ആർ വെക്ടേഴ്സ് ഇൻ എ റിയൽ inner product space V, and if k is any scalar, then norm V greater than or equal to 0 if and only if norm V greater than or equal to 0 with equality if and only if V equal to 0. എന്ന് വെച്ചാൽ നോം വി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. 1. 2. നോം വി ഈക്വൽ ടു 0 ആണെങ്കിൽ നോം വി ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഈക്വൽ ടു എന്തായിരിക്കും എന്നാണ് പറയുന്നത്? 0 ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. ആൾസോ നോം കെ വി ഈക്വൽ ടു മോഡുലസ് ഓഫ് കെ ഇൻറ്റു നോം വി. അടുത്ത ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് വി കോമ യു. ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി ഗ്രേറ്റർ ഈക്വൽ ടു 0 വിത്ത് ഇക്വാലിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ഈക്വൽ ടു വി. ഈ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡി ഓഫ് യു കോമ വി എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് വിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ഒരു യുവും ഇവിടെ ഉണ്ട്, ഒരു യുവും. ഒന്നാമത്തെ വളരെ ക്ലിയർ ആണ്, ഒരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ. ഇനി നമ്മൾ നോക്കുക, ഒരു കെ ഇൻറ്റു വി എടുത്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ എന്താ ഉണ്ടാവുക? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിച്ചതിൻ്റെ എത്രയാണോ കെയുടെ മോഡുലസ് അതേ ഇൻറ്റു നോം വി ടൈംസ് ആയിരിക്കും ആ വാല്യൂ എന്ന് പറയുന്നത്. ഇനി യുവും വിയും 2 പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയാണ് യു ഉള്ളത്, ഇവിടെയാണ് വി എന്നുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും തന്നെയാണ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് വി കോമ വി യു. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്തത് ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാതെ തന്നെ ഇരിക്കണം. ദാറ്റ് മീൻസ് യുവിൻ്റെയും വിൻ്റെയും ഡിസ്റ്റൻസ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ യു ഈക്വൽ ടു എന്തായിരിക്കണം? വി ആയേ പറ്റുള്ളൂ. തിരിച്ച് യു ഈക്വൽ ടു വി ആയാൽ ഡിസ്റ്റൻസ് എന്താവും? 0 ആവും. ഓക്കെ. നോക്കുക, ലെറ്റ് വി ബി എനി വെക്ടർ ഇൻ എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വി. Real inner product space V, then from the definition of norm of a vector നമുക്ക് എന്ത് പറയാം? norm V equal to root of inner product VV. inner product VV എപ്പോഴും greater than or equal to 0 ആയിരിക്കും. അതിൻ്റെ റൂട്ട് എടുത്താൽ അതും greater than or equal to 0 ആയിരിക്കും. ഇനി norm V equal to 0 implies എന്താ വരിക? norm V equal to 0 ആണെങ്കിൽ inner product VV equal to 0 ആണ്. that is V equal to 0 ആണ്. ഓക്കെ. അടുത്തത് let V be any vector in a real inner product space V and K be any scalar എന്തുണ്ടാവും? norm of KV എന്ന് പറഞ്ഞാൽ എന്താ? root of inner product KV. എന്തായി മാറും? inner product K in root of K into inner product V KV equal to വീണ്ടും വരുമ്പോൾ K² ആയി മാറി. സിമെട്രി എടുത്തു. VK എന്ന് പറയുന്നതും KVV എന്ന് പറയുന്നത് സെയിം ആണ് if K is a real number ആണെങ്കിൽ. ഓക്കെ. ഇനി root of K² into VV ഒന്നു that is equal to K into modulus of K into inner product modulus norm KV equal to modulus of K into norm V. അടുത്ത കണ്ടീഷൻ എന്താണ്? let U and V be any two real vectors in a inner product space in a real inner product space V, then by definition of distance of two vectors distance of U comma V equal to the definition norm of U minus V. അതിനകത്തൊരു മൈനസ് കൂടി കൊടുത്തുണ്ടാവും. this is equal to -1 into norm of മോഡുലസിനകത്ത് വി മൈനസ് യു എന്ന് വെച്ചാൽ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു നോം ഓഫ് വി മൈനസ് യു ഈക്വൽ ടു നോം ഓഫ് യു മൈനസ് വി. ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് വി കോമ യു. അടുത്തെന്താ പറയുന്നത്? ലെറ്റ് യു ആൻഡ് ബി വി എനി ടു വെക്ടേഴ്സ് ഇൻ എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വി. ദെൻ ഫ്രം ദ ഡിസ്റ്റൻസ് നമുക്കെന്തറിയാം? ഡിസ്റ്റൻസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ യു ഈക്വൽ ടു വി ആയിരിക്കും. ഓക്കെ. ഇനി നോക്കാം, എക്സാമ്പിൾസ് ആണ്. കൺസിഡർ the vector space Mn, the set of all n cross n matrices with real entries A equal to capital A, B equal to B, be any two elements of Mn, then the standard inner product on Mn is defined by എങ്ങനെ ഡിഫൈൻ ചെയ്യണത്?
എ ബി ഈക്വൽ ടു എയും ബി മെട്രിക്സ് ആണെങ്കിൽ എ ബിയുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി ആണെന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ദ ട്രേസ് ഓഫ് എ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് we can show that the above inner product space satisfies the 4 axioms. So ഇത് ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏത് ഇന്നർ പ്രൊഡക്റ്റ് എ ബി ഈക്വൽ ടു ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് വിളിക്കുക. ഓക്കെ, നോം എ എന്താ വരിക? നോം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ ആണ്. ഇന്നർ പ്രൊഡക്റ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൂട്ട് ഓഫിൻ്റെ അകത്ത് ട്രാൻസ്പോസ് ഓഫ് എ ട്രാൻസ്പോസ് എ ആണ്. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ലെറ്റ് us കൺസിഡർ ദ കേസ് n ഈക്വൽ ടു, നമ്മൾ 2x2 മെട്രിക്സ് എടുത്തിട്ട് ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണ്. നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് മെട്രിക്സ് A1 A2 A3 A4, ബി ഈക്വൽ ടു B1 B2 B3 B4 എലമെൻറ്റ് ഓഫ് M22. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് എ ബി എന്ന് പറഞ്ഞാൽ ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ബി ആണ്. എന്നുവെച്ചാൽ ട്രേസ് ഓഫ് A1 A2 A3 A4 ഇതിൻ്റെ എയുടെ എന്തെടുത്തിട്ടുണ്ട്, എയുടെ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ട്. ഇവിടെ എയുടെ ട്രാൻസ്പോസ് ആണ് എടുത്തിട്ടുള്ളത്. ഇൻറ്റു ബി തന്നെ B1 B2 B3 B4 എന്താ വരിക, ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്ലൈ ചെയ്താൽ ട്രേസ് ഓഫ് A1 B1 A3 B3 A1 B2 പ്ലസ് A3 B4 A2 B1 A4 B3 A2 B2 പ്ലസ് A4 B4. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി, ദിസ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം ഓട്ടോമാറ്റിക്കലി, A1 B1 A2 B2 പ്ലസ് A3 B3 പ്ലസ് A4 B4 ആണ് എന്ത് വരാൻ പോകുന്നത്, ഇന്നർ പ്രൊഡക്റ്റ് എ ബി ആയിട്ട് വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇഫ് എ ഈക്വൽ ടു 1 2 3 4 ബി ഈക്വൽ ടു -1 0 3 2 ദെൻ ഇന്നർ പ്രൊഡക്റ്റ് എ ബി ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്, ഇത് ചെയ്യാവുന്ന നേരത്തെ ഈ ഫോമുലയിൽ A1 ഇൻറ്റു B1 A2 ഇൻറ്റു B2 A3 ഇൻറ്റു B3 A4 ഇൻറ്റു B4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്കിവിടെ 16 കിട്ടും. നോം എ ഈക്വൽ ടു നോം എന്താ വരിക, നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എ ആണ്. എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എ ആണ്. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും എലമെൻസിൻ്റെ സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 30. ഇനി നോം ബി എന്താ വരിക, നോം ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ബി ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ട്രേസ് ബി ട്രാൻസ്പോസ് ബി അല്ലെ, ബി ട്രാൻസ്പോസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ റൂട്ട് 14. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എന്താ, consider the vector space Pn of all polynomials of degree less than or equal to n for any two polynomials p equal to a1 a0 plus a1x plus etc an x raised to n and q equal to b0 b1x plus etc bn x raised to n. Then inner product pq is defined as a0 b0 plus a1 b1 plus an bn എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസുകളുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് സം എടുക്കുക. A1 B1 എക്സെട്ര an bn ഒരു തരത്തിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. b ഈക്വൽ ടു ദിസ് വൺ ആൻഡ് c ഈക്വൽ ടു ദിസ് വൺ ഫോർ എനി റിയൽ നമ്പർ ഇന്നർ പ്രൊഡക്റ്റ് പി ക്യു ഈക്വൽ എന്ത് വരും, a0 B0 പ്ലസ് a1 B1 പ്ലസ് എക്സെട്ര an bn എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, റിയൽ നമ്പേഴ്സ് ആണ് B0 B0 ഒക്കെ, ദാറ്റ് ഈസ് B0 A0 പ്ലസ് B1 A1 പ്ലസ് എക്സെട്ര BN AN എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് QP. സോ ഇന്നർ പ്രൊഡക്റ്റ് PQ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് QP ആയി മാറി. അടുത്ത എന്താ, ഇന്നർ പ്രൊഡക്റ്റ് P പ്ലസ് Q കോമ R ആണ്. ദാറ്റ് ഈസ് A0 പ്ലസ് B0 ഇൻറ്റു C0 പ്ലസ് A1 പ്ലസ് B1 ഇൻറ്റു C1 എക്സെട്ര AN പ്ലസ് BN ഈക്വൽ ടു CN. സോ നമുക്ക് അതിനെ മാറ്റി എങ്ങനെ എഴുതാം, ഇന്നർ പ്രൊഡക്റ്റ് PR പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് QR എന്ന് എഴുതാം അല്ലേ. നൗ K ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് PQ ഈക്വൽ ടു കെ മെമ്പേഴ്സ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ, കെ ഇൻറ്റു എന്താ പറയുക കെ എ നോട്ട് ഇൻറ്റു B0 പ്ലസ് കെ A1 ഇൻറ്റു B1 എക്സെട്ര കെ AN ഇൻറ്റു BN ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു A0 B0 പ്ലസ് A1 B1 പ്ലസ് എക്സെട്ര AN BN ഈക്വൽ ടു കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് PQ. ഓക്കെ, ഇനി ഇന്നർ പ്രൊഡക്റ്റ് PP എന്താ വരിക, ഇന്നർ പ്രൊഡക്റ്റ് PP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് A0 ഇൻറ്റു A0 ദറ്റ് ഈസ് A0 സ്ക്വയർ പ്ലസ് അടുത്ത് A1 ഇൻറ്റു A1 സ്ക്വയർ എക്സെട്ര AN സ്ക്വയർ സ്ക്വയറുകളുടെ സം ആയതുകൊണ്ട് അത് ഗ്രേറ്റർ ആയിക്കോട്ടെ എന്തായാലും 0 ആയിരിക്കും. ഇന്നർ പ്രൊഡക്റ്റ് PP ഈക്വൽ ടു 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ, ഇന്നർ പ്രൊഡക്റ്റ് PP ഈക്വൽ ടു 0 ആണെന്ന് വെച്ചാൽ ഈ സമ്മിനകത്തുള്ള ഓരോ കോയിഫിഷ്യൻ്റ് സം എന്തായിരിക്കും, കോയിഫിഷ്യൻറ്റും എന്തായിരിക്കണം 0 ആയി വരണം. എന്ന് വെച്ചാൽ എന്തായിരിക്കണം, ഈച്ച് എ ആയി എന്തായിരിക്കണം 0 ആയിരിക്കണം. ഓക്കെ, സോ ഇന്നർ പ്രൊഡക്റ്റ് PQ സാറ്റിസ്ഫൈസ് all the inner product axioms and hence is the inner product of Pn and the standard inner product on this case. This is a standard inner product on this space. പോളിനോമിയൽസിൻ്റെ സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്, ഇന്നർ പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എ ട്രാൻസ്പോസ് ഇൻറ്റു ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ആണ് ഇഫ് ഇന്നർ പ്രൊഡക്റ്റ് എ ബി എടുത്താൽ. ഓക്കെ, നൗ അടുത്ത എന്താ, നൗ ഫോർ അടുത്ത എക്സാമ്പിളാണ് ഫോർ എനി ടു ഫംഗ്ഷൻസ് എഫ് ഈക്വൽ എഫ് ഓഫ് എക്സ് ജി ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻ ക്ലോസ് ഇൻ സി ഓഫ് എ ബി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിളുള്ളതാണ്. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി ഇസ് ഡിഫൈൻഡ് ആസ്
integral a to b f of x g of x dx. Okay, let f equal to f of x, g equal to g of x, h equal to h of x in c of ab. Then we know that real number k, for any real number k we get inner product fg equal to integral a to b f of x g of x dx. എന്ന് വെച്ചാൽ integral a, this is equal to integral a to b g of x into f of x dx. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതുകൊണ്ട് വിരോധമില്ല. ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ജി എഫ്. അടുത്ത എന്താ, ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി എച്ച് ഈക്വൽ ടു, ഡെഫിനേഷൻ പ്രകാരം എന്താ, ഇന്നർ പ്രൊഡക്റ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എഫ് എച്ച് പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ജി എച്ച്. അടുത്ത എന്താ, കെ എഫ് ജി ആണ്. കെ സുഖമായിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഇന്നർ പ്രൊഡക്റ്റ് എഫ് എഫ് എടുക്കുമ്പോൾ ഉണ്ടാവും ഇന്നർ പ്രൊഡക്റ്റ് എ ബി എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ബി ടു ബി എഫ് സ്ക്വയർ എക്സ് ഡി എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഒരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂവിൻ്റെ ഇൻ്റഗ്രലാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഗ്രേറ്റർ ഈക്വൽ ടു 0 ആയിരിക്കും. സിൻസ് എഫ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു 0 ആൻഡ് ഫോർ ഓൾ ഇൻ ദ ഇൻ്റർവൽ എ ബി, moreover f is a continuous on interval ab, equality of the above equation holds if and only if the function is identically 0 on ab. ഇതെങ്ങാനും ഈക്വൽ ടു 0 ആവണമെങ്കിൽ എന്ത് സംഭവിച്ചേ പറ്റുള്ളൂ പറയുന്നത്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുള്ളത് കൊണ്ട് എന്ത് വേണമെന്നേ പറയാൻ പറ്റില്ല. ദിസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ എന്തായേ പറ്റുള്ളൂ, 0 ആയിട്ടേ പറ്റുള്ളൂ. കണ്ടിന്യൂസ് അല്ലെങ്കിൽ വേറെയും വേർഷൻസ് ഉണ്ടാവാം, പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്ക് അറിയാം എഫ് സ്ക്വയർ. സോ ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി സാറ്റിസ്ഫൈസ് ഇന്നർ പ്രൊഡക്റ്റ് ആക്സിയംസ് ആൻഡ് ഹെൻസ് ഇസ് എ ഇന്നർ പ്രൊഡക്റ്റ് ഓൺ സി ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ കോമ ബി. അടുത്തെന്താ കാണിക്കാൻ പോണേ, നൗ നെക്സ്റ്റ് പ്രോബ്ലം 1, show that the vector space P2 of all polynomials with a degree less than or equal to 2 is an inner product space with the inner product defined by pq equal to -1 to 1 p of x q of x dx for every p equal to p of x and for every q equal to q of x element of P2. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഫോമിൽ നമ്മുടെ തന്നിട്ടുണ്ട്. സോ ഇന്നർ പ്രൊഡക്റ്റ് പി ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 p of x q of x dx for every p equal to p of x and q equal to q of x element of P2. Defines an inner product on P2 by verifying the above the formula satisfying the, അതായത് ഇന്നർ പ്രൊഡക്റ്റ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ താഴെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിക്കാം ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് വിളിക്കാം. നോ ഫസ്റ്റ് വൺ, ഇന്നർ പ്രൊഡക്റ്റ് പി ക്യൂ ഈക്വൽ ടു ഒരു ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ -1 to 1 p of x q of x എന്ന് വെച്ചാൽ അതിനെങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ -1 to 1 q of x into p of x dx ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ക്യൂ പി. ദാറ്റ് ഈസ് പി ക്യൂ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ക്യൂ പി. അടുത്തതോ inner product p plus q comma r equal to -1 to 1 p of x plus q of x into r of x dx. That is equal to inner product -1 to 1 p of x r of x dx plus integral -1 to 1 q of x r of x dx എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഇതെന്തായി മാറി, ദിസ് ഈസ് ഈക്വൽ ടു p കോമ r പ്ലസ് ഇതെന്ന് പറയുന്നത് q കോമ r ആണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് p plus q കോമ r ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് p r പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് q ആണ്. ഇനി കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി കെ പി എഫ് ജി എന്താ വരിക, ഇന്നർ പ്രൊഡക്റ്റ് -1 to 1 കെ ഇൻറ്റു പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡി എക്സ്. കെ സ്കാലർ ആയതുകൊണ്ട് സാധാരണ രീതിയിൽ പുറത്തെടുക്കുന്നു. ദിസ് കെ ഇൻറ്റു -1 to n 1 പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് പി കോമ ക്യൂ. ഇനി ഇന്നർ പ്രൊഡക്റ്റ് പി പി എന്താണ്ടാവുക, ഇന്നർ പ്രൊഡക്റ്റ് പി പി എന്ന് പറഞ്ഞാൽ -1 to 1 എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് -1 to 1 എഫ് സ്ക്വയർ പി സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. പി സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫംഗ്ഷൻസിൻ്റെ സ്ക്വയർ ആണ്. സോ ഗ്രേറ്റർ ഈക്വൽ ടു 0 ആണ്. പ്ലസ് ഈക്വൽ ടു 0 ആണെങ്കിൽ പി ഓഫ് എക്സ് എന്തായി മാറും, ഈക്വൽ ടു 0 ആയി മാറും.